അപ്പൊ അതാണ് ലുക്ല. അത് ലുക്ല. നാംചെ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ലുക്ല ടച്ച് ചെയ്യാണ്ട് ഈ റിവറിന്റെ തൊട്ടപ്പുറം അവർ പറഞ്ഞു. ആ ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറും 35 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് ഒരു ടീ ഹൗസ് കണ്ടു. ഇവിടുന്ന് ഒരു ജിഞ്ചർ ലെമൺ ടീ ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു സ്നിക്കേഴ്സും കഴിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. സുർക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറക്കമായതുകൊണ്ട് ഞാൻ മെല്ലെയാണ് ഇറങ്ങുന്നത്. കാരണം ലിഗമെന്റിൽ നല്ല രീതിയിൽ പ്രഷർ വരുന്നുണ്ട്. ആഷിർ പെട്ടെന്ന് തന്നെ പോയി. ഈ ഫോറിനർ ഇവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഈ കാണുന്ന ബാഗിന്റെ അകത്തേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവർ ലാൻഡ് സ്ലൈഡ് ഉള്ള സ്ഥലത്ത് ഡൈനമൈറ്റ് പൊട്ടിച്ച സമയത്ത് സ്റ്റെക്കായി. അതുകൊണ്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അവരൊക്കെ അവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ പോർട്ടേഴ്സിന്റെ കൂടെയാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷൂ ഒക്കെ അയച്ചു വെച്ചൊന്ന് റെസ്റ്റ് എടുത്തു. ഹിമാലയത്തിൽ ഉണ്ടാകുന്ന മത്തന്റെ വലിപ്പം കണ്ടോ. അങ്ങനെ നമ്മുടെ ദാൽബാത്ത് വന്നു. നല്ല ടേസ്റ്റി ആൻഡ് ചൂടുള്ള ഫുഡായിരുന്നു. ആൻഡ് ഇതിന്റെ കൂടി ഒരു ഓംപ്ലേറ്റും അവർ നമുക്ക് എക്സ്ട്രാ ആയിട്ട് തന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ളവരെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ ടൈം കഴിഞ്ഞപ്പോൾ ഇരുത്തം കിടത്തമായി മാറി. ഈ ഒരു അപ്പൂപ്പൻ പോർട്ടറാണ്. ഈ ഒരു ഏജിലും ഈ ബാഗൊക്കെ ചുമന്ന് കൂളായിട്ട് നടന്നു കയറുന്നത്. അങ്ങനെ നമ്മുടെ ടീമിലുള്ള മെമ്പേഴ്സ് എല്ലാം വന്നു. ഇത് ഇവിടെ ഹിമാലയത്തിൽ ഉണ്ടാവുന്ന കക്കിരിയാണ്, അതായത് കുക്കുംബർ. ഇതെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ മലകളും സസ്പെൻഷൻ ബ്രിഡ്ജും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് നമ്മുടെ പോർട്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഒരു ടീ ഹൗസ് എത്തിയതിനു ശേഷം നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ കയറിയതിനു ശേഷം നമ്മൾ ഒരു ജിഞ്ചർ ലെമൺ ടീ ഓർഡർ ചെയ്തു. ലേറ്റ് ആയത് കാരണം എല്ലാ മെമ്പേഴ്സും വന്നതിന് ശേഷം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് കിടക്കുന്ന റൂം. ഇത് ടീ ഹൗസിലുള്ള ഒരു കുട്ടിയാണ്. ഇവിടെ നമ്മുടെ കൂടെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ടീമിൽ കുറെ പേരുള്ളത് കൊണ്ട് വേഗം പവർ ബാങ്ക് നമ്മൾ ചാർജിലിട്ടു. ഇല്ലെങ്കിൽ പിന്നെ സോക്കറ്റ് കിട്ടില്ല. ദാൽബാത്താണ് രാത്രി കഴിച്ചത്. അതിനുശേഷം തണുപ്പുള്ളത് കൊണ്ട് തെർമൽസും എടുത്തിട്ട് കോട്ടും ഇട്ട് വൂളൻ സോക്സും ഇട്ട് വേഗം പോയി കിടന്നുറങ്ങി.